നമസ്കാരം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 1000-ലധികം പേർ പങ്കെടുക്കാനെത്തിയ വിവാഹം ഒറ്റ ഫോൺ കോളിൽ മുടങ്ങിയതോടെ ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ച് വരൻ താലി കെട്ടാൻ ഒരുങ്ങവെയാണ് അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ വന്നത്. താലി കെട്ടുന്നതിന് തൊട്ടു മുൻപ് ഈ വിവാഹം വേണ്ടെന്ന് വധു പറഞ്ഞതോടെ കല്യാണം മുടങ്ങി. താലി കെട്ടുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എത്തിയ ആ വിളി കാമുകിൻ്റേതായിരുന്നു. ഇതോടെയാണ് വധു വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. ഇതോടെ വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ തമ്മിൽ തല്ലി. ഒരു തീരുമാനമെടുക്കാനുള്ള സമയം വളരെ കുറവായിരുന്നെങ്കിലും ഈ വിവാഹം വേണ്ടെന്ന് യുവതി തർപ്പിച്ചു പറഞ്ഞു. യുവതിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. ശകാരിച്ചും ഭീഷണിപ്പെടുത്തിയും വിവാഹം നടത്താൻ ശ്രമിച്ചു. വരനും സംസാരിച്ചു. എന്നാൽ ആരുടെയും വാക്കുകൾ കേൾക്കാതെ വധു വിവാഹവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഹാസനിലെ ഭുവനഹള്ളിയിൽ നിന്നുള്ള പല്ലവി ആളൂർ താലൂക്കിലെ ഈശ്വരഹള്ളി ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകനായ വേണുഗോപാലിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങവെയാണ് പിന്മാറിയത്. താലികെട്ടിന് മിനിറ്റുകൾക്ക് മുൻപാണ് വധു മറ്റൊരു പുരുഷനുമായി പ്രണയത്തിലാണെന്ന് അറിയിച്ചത്. വിവാഹ ചടങ്ങുകൾ അവസാന ഘട്ടത്തോടടുക്കുമ്പോഴാണ് പല്ലവിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഇതിനെ തുടർന്ന് പല്ലവി വേഗം തന്നെ റൂമിൽ കയറി വാതിലടച്ചു. അല്പസമയത്തിന് ശേഷം പുറത്തിറങ്ങിയ പല്ലവി തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. വീട്ടുകാർ കേണപേക്ഷിച്ചിട്ടും പല്ലവി തന്റെ തീരുമാനം മാറ്റിയില്ല. ഒടുവിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് വരൻ വേണുഗോപാലൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. പല്ലവി തന്റെ കാമുകനോട് സംസാരിച്ച കാര്യം വരനോട് വ്യക്തമാക്കി. താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും അയാൾ അന്യമതസ്ഥനായതിനാൽ നേരത്തെ ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നും യുവതി പറഞ്ഞു. ഹാസൻ താലൂക്കിലെ ഭുവനഹള്ളിയിൽ ആദിപുഞ്ചനഗരി കല്യാണ മണ്ഡപത്തിലായിരുന്നു സംഭവം. ആദ്യം കാരണം പറയാതെ വിവാഹം വേണ്ടെന്ന് പറയുകയായിരുന്നു വധു. എന്താണ് കാരണമെന്ന് വരൻ ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. വിവാഹവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ വധു നേരെ കാറിൽ കയറി സ്ഥലം വിട്ടു. ഇതോടെ ഇരുവരുടെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. ബെടവാനെ നഗര പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്.